So hi guys, welcome back to my video. ഡുഗുഡാസിൽ ഇന്ന് ഞാൻ മലയാളത്തിലായിരിക്കും പറയാൻ പോകുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ മലയാളത്തിൽ പറയുന്നത്. സോ നമുക്ക് ആദ്യം സിംഗിൾ പ്ലെയർ എടുക്കാം. ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുക. സോ ഞാൻ പറയാൻ വിട്ട ആ ഹാർഡ് കോർ വേൾഡ് എൻ്റെ ഒന്ന് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് അന്നത്തെ ആ ഒരു വീഡിയോ എനിക്ക് ലാസ്റ്റ് ഞാൻ എക്സിറ്റ് ചെയ്തിട്ട് ഞാൻ ക്രിയേറ്റ് ന്യൂ വേൾഡ് വെറുതെ കളിക്കാൻ പോകുമ്പോൾ ക്രിയേറ്റ് ന്യൂവിന് പകരം ഞാൻ ഡിലീറ്റിൽ കൊടുത്ത് വേഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റും പോയി. അങ്ങനെ ആ വേൾഡ് പോയി ഗൈസ്. അതുകൊണ്ട് എനിക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം നമുക്ക് ഇനി ഒരു സർവൈവൽ സീരീസ് അങ്ങ് തുടങ്ങാം. അപ്പം എല്ലാം കുഴപ്പമല്ലോ. നമുക്ക് വേൾഡിൻ്റെ പേര് നമുക്ക് സർവൈവൽ വേൾഡ് ഓക്കെ ഗൈസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര സമയമെടുക്കും ഗൈസ്, അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഇനി നമ്മൾ വീഡിയോ ഒക്കെ മലയാളത്തിലായിരിക്കും ഗൈസ് വരുന്നില്ല. കുറേ പേര് എന്നോട് പറഞ്ഞിരുന്നായിരുന്നു മലയാളമാണ് നല്ല. സോ ഞാൻ മലയാളത്തിലേക്ക് മാറ്റി. ഇനി നമ്മളെ വീഡിയോ ഒക്കെ മലയാളത്തിലായിരിക്കും വരുന്നത്. അതേപോലെ ഗൈസ്, ഇനി ഫേസ് റിവ്യൂവിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു 10-30 ഒക്കെ ഒരു 10-20 15 ലൈക്സ് തന്നാൽ നമുക്ക് നോക്കാം. ഞാൻ ഫേസ് റിവീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും ഗൈസ്. എന്താ വെച്ചാൽ ലൈവിലായിരിക്കും ഞാൻ വരുവാൻ പോകുന്നത്. ഞാൻ അപ്പം ലൈവിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് സുഖമാണ്, ഞാൻ ലൈവിൽ വരാം. അപ്പോൾ നിങ്ങൾ പറയാം. അങ്ങനെ ഞാൻ ഫേസ് റിവീൽ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസമുണ്ട് നിങ്ങളെത്തിക്കൂലേ. നിങ്ങളെ പിന്നെ പ്രോകളെ നിങ്ങളതിനെ എത്തിക്കുന്നറിയാം. ഇന്നത്തെ വീഡിയോൻ്റെ ടാർഗറ്റ് 10 അല്ലെങ്കിൽ 15 ലൈക്സ് ആണ് ഗൈസ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വരുന്ന വീഡിയോയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഫേസ് റിവീൽ കൊണ്ടുവരാം ഗൈസ്. ഓക്കെ, ഞാൻ നിങ്ങളോട് ഇത്രയേ ചോദിക്കുന്നുള്ളൂ. ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് അടിച്ചങ്ങ് പൊളിച്ചേ ഗൈസ്. ആ ഒരു നോട്ടിഫിക്കേഷൻ ഇത് ഇങ്ങോട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമായിരിക്കും. ഞാൻ മറ്റേ മിക്സ് ടെസ്റ്റ് ചെയ്യുന്നത് ആ വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി ഫേസ് റിവീൽ ചെയ്തതിന് ശേഷം നമ്മൾ വ്ളോഗെല്ലാം എടുക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, വ്ളോഗൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ മൂകാംബികയിൽ പോയിരുന്നു. അവിടെ നിന്ന് ഞാൻ വ്ളോഗ് എടുക്കാൻ വിട്ടുപോയി ഗൈസ്. ഞാൻ എല്ലായിടത്തും പോകും ഗൈസ്. അതിന് മുമ്പേ ഞാൻ എപ്പോൾ വിചാരിക്കും വ്ളോഗ് എടുക്കണം. പക്ഷെ ഒരിക്കലും എനിക്ക് വ്ളോഗ് എടുക്കാൻ ഞാൻ ഒരിക്കലും അവിടെ എത്തുമ്പോൾ എനിക്ക് ചിന്തയേ വരില്ല ഗൈസ് അതിൻ്റെ. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ പോകുന്നവരെ അവിടെ എത്തുന്നവരെ ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിന്. ഗൈസ്, നമ്മളൊരു ടൈഗർ ബയോമിലാണ് എത്തിയിട്ടുള്ളത്. വേഗം ഒരു വുഡ് കഴിഞ്ഞതാണ്. കുറച്ച് ലാഗുണ്ട്, പ്രശ്നമില്ല. വേഗം ആദ്യം നമുക്ക് കുറച്ച് ടൂൾസാണ് ഗൈസ് എടുക്കണ്ടേ. അത് ലാഗാണോ? കുറച്ച് വേഗം. എന്നോട് പിന്നെയും കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു നിൻ്റെ ഗെയിം പ്ലേ ഒക്കെ ഭയങ്കര ഇതാണ്, സ്ലോ ആണ്. നമ്മളൊക്കെ ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് മൈൻക്രാഫ്റ്റിൽ വരുന്നത് തന്നെ. അതും ഞാൻ ഇത്രയൊക്കെ ഒന്നും പ്രതീക്ഷിച്ചിട്ട്, നിങ്ങളെ ഭാഗത്തു നിന്ന് ഇത്ര സപ്പോർട്ടൊന്നും ഞാൻ പ്രതീക്ഷിച്ചു ഗൈസ്. കുറേ ഹെയ്റ്റേഴ്സും ഉണ്ട് ഗൈസ്. അപ്പോൾ അവരൊക്കെ പോരാടാൻ നിങ്ങൾക്ക് സപ്പോർട്ട് തരണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു കുറച്ച് വുഡാക്കിയിട്ടുണ്ട്. ഇൻവെൻറ്ററി പോയി. നമ്മൾ കുറച്ച് എല്ലാം ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇൻവെൻറ്ററി ക്ലോസ് ചെയ്യാം. അല്ല, ഇൻവെൻറ്ററി എന്തിനാണ് ക്ലോസ് ചെയ്യേണ്ടത്? പക്ഷേ റെസിപ്പി ബുക്ക് തുറക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കാം. പ്ലേസ് ബ്രോ. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റിക്ക് ആക്കണം ഗൈസ്. നമുക്ക് എന്നിട്ടൊരു ആക്സ്. അത്യാവശ്യം പിക്കിൻ്റെ ഒക്കെ സൗണ്ട് അപ്പോൾ കേൾക്കുന്നുണ്ട് ഗൈസ്. ഒക്കെ നോക്കാം. നമ്മളെല്ലാ ബേസിക് ടൂൾസും ആക്കി വെക്കുന്നുണ്ട് ഗൈസ്. സ്റ്റിക്ക് കുറച്ച് ബേസിക് ടൂൾസ് എല്ലാം ആക്കി വെക്കാം. ரொம்ப സുഖമല്ലേ, വേഗം ആക്കിയാൽ പോലെ. നമ്മളൊരു ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കൊന്നും വേണ്ട. ഇനി ഇതൊന്നും വേണ്ട ആവശ്യമില്ല അല്ലേ, ഇതൊന്നും വേണ്ട. ഇനി നമുക്ക് കുറച്ച് പോയിട്ട് പിന്നെ ഓക്കെ ഒരു പിക്ക് വരുന്നുണ്ട് ഗൈസ്. ഇത് നമുക്കങ്ങ് ആഹാരമാക്കാം.
ഇതെന്താ എനക്ക് അടിക്കാൻ പറ്റാതെ? എവിടെയാ ഓടുന്നീ? പിന്നെ ഞാൻ എന്തായാലും അടിക്കും പോലെ. ഓക്കെ കിട്ടി. നമുക്ക് ഇന്ന് കുറച്ച് ഫുഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ബയോമിലേക്ക് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കുറച്ച് ലാഗ് ഉണ്ട് ഗൈസ്. അവിടെ ഒരു കോളി അങ്ങോട്ട്. അയ്യോ ഓ ഗൈസ് ഭാഗ്യം. ഇതാരും ഇവിടെ കൊണ്ടായിട്ടില്ല. എവിടെയായിരുന്നു ഞാൻ കോള് കണ്ടേ? ഇവിടെ എവിടെയല്ലേ ഞാൻ കോള് കണ്ടേ? ഇവിടെ ഒന്നുമില്ല. നമുക്ക് ആ ഒരു മരം ഒന്ന് മരം ഇഷ്ടം പോയില്ലേ. നമുക്കിനി വീടുന്ന അങ്ങാറ്റം മൈൻ ചെയ്തെടുക്കാൻ മരം. എൻ്റെ ഗെയിം എനിക്കൊരു ഇതില്ല ഗൈസ്. കൺട്രോൾസ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്ന ആൾക്കാരെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കൺട്രോൾസ് മാറ്റിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ആ കൺട്രോൾസ് വെച്ചിട്ട് ഒട്ടും ഞാൻ കംഫർട്ടബിൾ ഇല്ല ഗൈസ്. അതുകൊണ്ട് എല്ലാം മാറ്റി ഗൈസ്. ആ പ്രീ സെക്ക് എന്നുള്ള സാധനമെല്ലാം മാറ്റി ഗൈസ്. മൈൻ ചെയ്യേണ്ട ചെറിയൊരു ജലദോഷം ഉണ്ട് ഗൈസ്. അതുകൊണ്ട് വോയിസ് ക്ലിയർ ആണെന്ന് അറിയില്ല ഗൈസ്. പക്ഷെ വുഡ് നമുക്ക് പിന്നെ ആവശ്യമുണ്ടാവും. നമുക്കിപ്പോൾ എന്തെല്ലാം വേറെ നമുക്കിപ്പോൾ ടൂൾസ് കിട്ടി, ഫുഡ് കിട്ടി. ഇനി നമുക്ക് ഷീപ്പിനെ മൈൻ ചെയ്യണം. ഷീപ്പിനെ മൈൻ ചെയ്യാനാ ഞാൻ എന്തോ ആലോചിച്ചു. ഷീപ്പിന് നമുക്ക് ഒരു ഷീപ്പൊന്നും ഈ ഭാഗത്ത് ടൈഗർ ബയോമിലല്ല ഷീപ്പൊന്നും ഉണ്ടാവും തോന്നില്ല കേട്ടോ. കുറവായിരിക്കണം. ഒരു ബോൺ കിട്ടിയിട്ടുണ്ട്. ഒരു മറ്റേ ഇതിനെ ടൈം ചെയ്യുന്നു ഡോഗിനെ. അത്യാവശ്യത്തിന് വുഡ് കിട്ടിക്കണം. ക്രാഫ്റ്റിംഗ് ടേബിളാണ് എടുത്തിന്. വാട്ടർഫോൾസോ നമുക്ക് ആദ്യം കുറച്ച് നമുക്ക് ഡേർട്ട് എടുക്കണം ഗൈസ്. അടുക്കെ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇതെന്താണ് എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് എടുക്കാൻ പറ്റാത്തത്? ഹായ് വുൾഫ്. ഇവിടെ എന്താ ഞാൻ കാണിക്കുന്ന കേസ് എനിക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ ബ്രോ ഇതെന്താണ്? ഇതെടുക്കുക. ഒന്നും എനിക്ക് ഇൻവെന്ററി പോകല്ലേ. ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ എടുത്തിട്ട് ഇവിടെയാണ് എൻ്റെ ബുക്ക്. ഓക്കെ നമുക്കൊരു ഒരു ഷവൽ ഉണ്ടാക്കാം. ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് നമുക്കിപ്പോൾ 56 ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൂടി കൺട്രോൾസ് ഞെക്കിപ്പോൾ ഞാൻ ചിലപ്പോൾ ഞാൻ നിങ്ങളോട് പറയാതെ ഞാൻ ഇനി ചിലപ്പം എഡ്യൂക്കേഷൻ എഡീഷനിലേക്ക് മാറുന്നതായിരിക്കും ഗൈസ്. പക്ഷേ ഈ പോജോ ലോഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗ് ഗൈസ്. ഞാൻ ഇത്രക്കൊന്നും ലാഗ് പ്രതീക്ഷിച്ചിട്ട് ഗൈസ്. പക്ഷേ എങ്കിലും എക്സ്ട്രാ ലാഗ് ഇട്ടിരിക്കും. കുറച്ച് അധികമാണ്. ഞാൻ ആദ്യം കുറച്ച് ഡേർട്ട് എടുക്കട്ടെ. ഇന്ന് നമുക്കൊരു ഷെൽട്ടർ ആക്കണ്ടേ. നമ്മളൊക്കെ ആയിരിക്കും ഇതിൻ്റെ ആദ്യം ഡേർട്ട്. എല്ലാവരും ഒരു സ്റ്റാർട്ടർ ഡേർട്ടായിരിക്കും. നമുക്ക് നാളെ നമുക്കൊരു മൈനിങ്ങിന് പോവാം ഗൈസ്. ഞാൻ ഇതിലെ ക്രൗച്ച് ചെയ്യുന്നത്. അങ്ങനത്തെ ഒന്നും കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം എത്രയായി? ഡേർട്ട് എന്താ കയറാഞ്ഞാ 31 ഡേർട്ട്. നമുക്കൊരു നല്ല ഈ ഒരു കേവിൽ നമുക്ക് അടുത്ത ദിവസം പോകാൻ നോക്കാം. ഓക്കെ നല്ലൊരു ഏരിയ.
റിവീനാന്ന് തോന്നുന്നു. അങ്ങോട്ടൊന്നും വീണില്ലേ, പൊടി പോലും കിട്ടൂല. ഓക്കെ, നമ്മൾ നല്ലൊരു ബയോമിലെത്തി. നമ്മളെ നോർമൽ ഓരോളുടെ ഞാൻ നീ പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ ആയിട്ട് എൻ്റെ റെൻഡറൊന്നും ലോഡാവുന്നില്ല. നമുക്ക് ഇവിടെ ആയിട്ട് നമ്മളെ ഡേർട്ട് ഹൗസ് പണിയാം. കുറച്ച് മുമ്പോട്ട് 4 5 2 2 3 4 5 1 2 3 4 5 2 മാക്സിമം പണിയേണ്ടി വരും. ഈ റൂഫ് പണിഞ്ഞിട്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്പൈഡറൊക്കെ കയറി വരും. കഴിഞ്ഞല്ലോ, ഷവലെടുക്കട്ടെ. അയ്യോ, ആക്സസിനായിരുന്നു പോട്ടെ. ഞാൻ വേഗം ഇത്ര സ്ലോ. കുറേ റെസിപ്പിയൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മളെ പിക്കാക്സ് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ കളിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, അതേപോലെ നമുക്കിനി പറ്റുവാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് വരും ഗൈസ്. ഓക്കെ, അയ്യോ കുറച്ചുകൂടി ഡേട്ട് നമുക്ക് എടുക്കണം. ഷവല് പോയി ഗൈസ്, അതാ പ്രശ്നം. ഷവലൊക്കെ എത്ര വേഗമാണ് പോയെ. ഞാൻ പറഞ്ഞ പോലെ ഗൈസ്, എഡ്യൂക്കേഷൻ എഡീഷനിലേക്ക് ഞാൻ വേണമെങ്കിൽ മാറുന്നതായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പോജാവനാഞ്ചെന്ന് പറഞ്ഞാൽ ഞാൻ പറയാലോ, ഓപ്റ്റിഫൈൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കില്ലേ ഈ പോജാ ലോഞ്ചറിന് അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഓപ്റ്റിഫൈൻ ആക്കിയിട്ട, അതിന് ഞാൻ ചെയ്തില്ല ഗൈസ്. അതുകൊണ്ട് ഭയങ്കര ലാഗ്. എന്താ ചെയ്യേണ്ടത് അറിയില്ല. അടുത്ത നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് ഇതെന്താ കളിക്കുന്നേ. ഇതെന്താ ഇപ്പുറത്തേക്ക് മാറൂലേ. ഇതെന്താന്ന് ചെയ്യപ്പോൾ ഇൻവെൻട്രി പോയിട്ട് ഈ സാധനത്തിൽ നിന്ന് എടുത്ത് മാറ്റി ഇതിനെ എടുത്തിട്ട് പുറത്ത് കളയും. ഇതിനെ എടുത്താണ് പുറത്ത് കളഞ്ഞ് ഈ സീഡ്സ് എടുക്കട്ടെ, എടുക്കട്ടെ, ഇത് എടുക്കട്ടെ, എന്നിട്ട് ഇതിനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരാം. ഇവിടെ നൈറ്റായി. വേഗം ക്രാഫ്റ്റിൻ്റെ ഇവിടെയൊക്കെ ഒരു ഡോറ് ഡോറാക്കാൻ കഴിയില്ല. ഓക്കെ, ഡോർ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇത് ഇവിടെ ആയിട്ടുണ്ട്. എനിക്കൊരു ബെഡില്ല ഗൈസ്, അതിനാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. എനിക്ക് സ്റ്റോറേജ് സ്പേസിലിട്ട് എടുക്കട്ടെ.
ഈ സ്റ്റിക്ക് എടുക്കട്ടെ, പിന്നെ ഈ ശീലൊക്കെ എടുക്കട്ടെ. ഇതൊക്കെ ഓക്കെ നമുക്ക് സെറ്റ്. ഇതിന് നമുക്ക് ഇനി അങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇതിനവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ രാത്രി ഫുള്ള് ഇങ്ങനെ സർവൈവ് ചെയ്യണം ഗൈസ്. എന്തൊരു കഷ്ടമല്ലേ. ഇതിനൊക്കെ എന്തിനാ ഇതിനൊക്കെ നമുക്ക് സ്ലാബ് ഉണ്ടാക്കാൻ പറ്റൂലേ? സ്ലാബ് ബൈ ഓക്കെ, വെറുതെ സ്ലാബ് ഇട്ട് നമുക്ക് കുറച്ച് വെളിച്ചം കിട്ടും. അതേപോലെ ഒന്നും കേരില്ല. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി നോക്കാം. ഇപ്പം കണ്ട വെളിച്ചമുണ്ട്. നമുക്കൊരു ക്യാമ്പ് ഫയർ ആക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കോളെടുക്കാൻ കയറുന്നത്. അതുകൊണ്ട് കോളെടുക്കാൻ മറന്നുപോയില്ലപ്പോൾ. ഇതെന്താ 2 ടൈപ്പ് ഓഫ് ഫുഡ്, സ്പ്രൂസ് പാങ്സ്. ഓക്കെ, ഇങ്ങനെയൊക്കെയായി നമ്മളെ. ഇനി നമുക്ക് അടുക്കാൻ എന്തൊക്കെ ഇനി ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചെസ്റ്റ് വേണ്ടേ നമുക്ക്? ചെസ്റ്റിന് വേണം. ചെസ്റ്റ് ഒന്ന് എടുക്കാം. ഇതിനടുത്ത് ജസ്റ്റിന് ഉണ്ടാക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളെടുത്ത് ബീറ്റൊക്കെ എടുക്കട്ടെ. ഇതൊക്കെ എടുക്കട്ട്, സ്ലാബ് എടുക്കട്ട്. അടുത്ത ദിവസം മൈനിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഇനി സീനാവില്ലേ. ഇതൊക്കെ എടുക്കട്ട്, ഇതിനൊന്നും ആവശ്യമില്ല. ഫുഡൊക്കെ ആണ് നമുക്ക്. ഇതിനടുത്ത് ഇവിടെ വെക്കട്ടോ. കേട്ടു ആണോ? എടുത്തോ, അഥവാ ആവശ്യം വന്നാലോ. ഇതിനിവിടെ ഇപ്പം ശരി. പിന്നെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ക്യാമ്പ് ഫയറിന് നമുക്ക് ഇതൊക്കെ ഉണ്ട്. ഓക്ക് വുഡ് വേണം. പിന്നെ നമുക്ക് 3 സ്റ്റിക്ക്, ഒരു കോളും വേണം. ചാർക്കോളല്ല, ഒരു കോളും. ഇനി നമുക്ക് പിന്നെന്താ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? കമ്പോസ്റ്റൊക്കെ എന്തിനാ അപ്പോൾ ഉപയോഗിക്കുന്നത്? സൈന് വേണ്ട, ഫെൻസൊന്നും വേണ്ട നമുക്ക്. പിന്നെ നമുക്ക് എന്നാ എടുക്കണ്ടേ ഗൈസ്? പിന്നെ ഒരു ട്രാപ്പ് ഡോർ ഉണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. Till that, Dukudasan signing out. Bye bye.